നമസ്കാരം. മാനസികമായി നാം എത്രമാത്രം ശക്തിയുള്ളവരാണെന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്ന പുസ്തകമാണ് 13 തിങ്സ് മെൻ്റലി സ്ട്രോങ് പീപ്പിൾ ഡോണ്ട് ഡു. മനഃശക്തിയുള്ളവർ ചെയ്യാത്ത 13 കാര്യങ്ങൾ. എമി മോറിന് എഴുതിയ പുസ്തകമാണ്. തീർച്ചയായും വളരെ ആരംഭത്തിൽ തന്നെ വായിക്കുവാൻ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പുസ്തകമാണിത്. ആരും വായിച്ചിരിക്കേണ്ട പുസ്തകമായി തന്നെ വിലയിരുത്തുന്ന ഈ പുസ്തകത്തിലെ 13 കാര്യങ്ങൾ വളരെ വേഗത്തിൽ കടന്നു പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും മനഃശക്തി ആവശ്യമാണ്. ഏത് സാഹചര്യത്തെയും അതിജീവിക്കുവാൻ, വിജയിക്കുവാൻ മനഃശക്തി കൂടിയേ തീരും. നമുക്ക് യഥാർത്ഥത്തിൽ ആ ഒരു മനഃശക്തി ഉണ്ടോ എന്ന് ഈ 13 കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒന്ന് പരിശോധിക്കുവാൻ സാധിക്കും. ഒന്ന്, ഫീലിംഗ് സോറി. പലപ്പോഴും നാം എന്തിനെങ്കിലുമോ കുറിച്ച് പരിതപിക്കുന്നവരാണോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അത് യഥാർത്ഥത്തിലൊരു വേസ്റ്റ് ഓഫ് ടൈമാണ്. നമുക്കില്ലാത്തതിനെക്കുറിച്ച് നാം വിഷമിക്കുന്നവർ അല്ലെങ്കിൽ പരിതപിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും മനഃശക്തിയുള്ളവർ അങ്ങനെ ചെയ്യുകയില്ല. ഉദാഹരണമായി ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾ, അവരൊരിക്കലും എല്ലാ സമയങ്ങളും നിരാശരായി പോകേണ്ടവരല്ലേ അവർ. പക്ഷേ അവരെല്ലാവരും നിരാശരായി പോയിരുന്നുവെങ്കിൽ ലോകത്തിലെ എത്രയോ ആളുകളാണ് ഡിസബിലിറ്റി ഉള്ളവർ, അപര്യാപ്തത ഉള്ളവർ, ബലഹീനത ഉള്ളവർ വിജയിച്ച് മുന്നേറിയത്. അതുകൊണ്ട് ഫീലിംഗ് സോറി എന്നുള്ള ചിന്താഗതി എപ്പോഴും ഉണ്ടാകുന്നത് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് പറ്റിയതല്ല. എന്നാൽ അതിൻ്റെ മറുവശം എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ്. ഉള്ളത് സംതൃപ്തി ഉണ്ടാകുന്ന അവസ്ഥ മനഃശക്തി ഉള്ളവരുടെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തത്, ഗീവ് എവേ പവർ. പലപ്പോഴും മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അതല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ഞാൻ ആ പ്രവൃത്തി ചെയ്താൽ ചിന്തിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ധാരാളം ആളുകൾ വ്യാകുലപ്പെടാറുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടി ജീവിക്കുക. പലപ്പോഴും ടോപ്പ് റിഗ്രറ്റ്സ് ആയി ഡൈയിങ് ബെഡിൽ ആളുകൾ പറഞ്ഞതിൽ ഒരു കാര്യമാണ്, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ സാധിച്ചില്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ട് എൻ്റെ ജീവിതം നശിച്ചു പോയല്ലോ എന്ന് ഒട്ടനവധി ആളുകൾ പറയുന്നതായി പുസ്തകത്തിൽ വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർ നിയന്ത്രിക്കുന്ന അവസ്ഥയാണെങ്കിൽ നാം മെൻ്റലി സ്ട്രോങ് അല്ല എന്ന് ചിന്തിക്കുക. മൂന്നാമത്തത്, ഷൈ എവേ ഫ്രം ചേഞ്ച്. ഒരു വ്യത്യസ്തമായ കാര്യം ചെയ്യുവാൻ അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് മുമ്പിൽ നാം പതറിപ്പോകുന്നവരാണ്. മത്തീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം ഈ ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. അവർ ഒരു കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ടപ്പോൾ, ശിക്ഷിക്കപ്പെട്ടപ്പോൾ ധാരാളം പ്രശ്നങ്ങളുണ്ടായി. അമ്മയോട് ഈ മാത്തീസ് ക്ഷമ ചോദിക്കുകയും അമ്മയുടെ അവസാന നിമിഷത്തിൽ അമ്മ പറയുന്നുണ്ട്, നീ എല്ലാം വിട്ട് വളരെ മികച്ച വ്യക്തിത്വമായി മാറണമെന്ന്. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം പഠിക്കുന്നു. അദ്ദേഹം ഒരു ലോയറായി മാറണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഈ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ആകുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ധാരാളം പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇടപെടുന്നു, അദ്ദേഹം പഠിക്കുന്നു. അങ്ങനെ അദ്ദേഹം ലോയറും ജഡ്ജും എല്ലാമായി മാറുകയാണ്. പക്ഷേ ചേഞ്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. അതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലൂടെ ഇങ്ങനെ പോകാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ മനസ്സിന് ശക്തിയില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ്. അപ്പോൾ നാം ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആളാണോ അതെയോ ചേഞ്ചിനെ എംബ്രേസ് ചെയ്യുന്ന ആളാണോ എന്ന് ചിന്തിക്കുക. നാലാമത്തെ കാര്യമാണ് പ്ലീസിങ് അതേഴ്സ്. നാം എപ്പോഴും എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്തണം. പൊതുസമൂഹത്തെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ജീവിതം നയിക്കണം. ചിലപ്പോൾ നമ്മുടെ ബോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ബോസിനെ ആയിരിക്കാം. ഇങ്ങനെ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ മാത്രം ഉള്ള ഒരു വ്യക്തിത്വമാണ് നാം. സ്വന്തമായിട്ടുള്ള തീരുമാനത്തിൽ, സ്വന്തമായിട്ടുള്ള അഭിലാഷത്തിൽ, സ്വന്തമായിട്ടുള്ള ആസ്പിറേഷനിലൊക്കെ ജീവിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ നാം മെൻ്റലി സ്ട്രോങ് അല്ല എന്ന് ചിന്തിക്കുക. അഞ്ചാമത്തെ കാര്യമാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത കാര്യത്തെക്കുറിച്ച് നാം വറി ചെയ്തുകൊണ്ടിരിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത വിഷയത്തെക്കുറിച്ച് നാം വറി ചെയ്യുക, കൺസേൺഡ് ആകുക, ആങ്ഷ്യസ് ആകുക. സോ മെൻ്റലി സ്ട്രോങ് പീപ്പിൾ വോണ്ട് ഡു ദാറ്റ്. ആറാമത്തെ കാര്യം, ഡ്വെൽ ഓൺ ദ പാസ്റ്റ്. കഴിഞ്ഞ കാലങ്ങളിൽ ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം, മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടാകാം, റിഗ്രറ്റ്സിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇപ്പോഴും നാം അതിനകത്താണ് ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാം മെൻ്റലി സ്ട്രോങ് അല്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് ചിന്തിക്കുന്നവരാണ് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ. പാസ്റ്റിൽ ചിന്തിക്കുന്നവർക്ക് പ്രസന്റിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ടാകാം, നഷ്ടങ്ങൾ വന്നു പോയിട്ടുണ്ടാകാം. നഷ്ടവും തെറ്റുമൊക്കെ ആർക്കാണ് സംഭവിക്കാത്തത്? അതുകൊണ്ട് അതെല്ലാം ലേണിങ്സായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളവർ. ഏഴാമത്തെ കാര്യമാണ് ഫിയർ ഓൺ ടേക്കിംഗ് കാൽക്കുലേറ്റഡ് റിസ്ക്.
ജീവിതം എന്നുള്ളത് റിസ്കുകൾ നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് ബിസിനസ് പോലെയുള്ള അല്ലെങ്കിൽ കൂടുതൽ മുന്നോട്ട് പോകണമെങ്കിൽ റിസ്കുകൾ എടുത്തേ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുള്ളൂ. ഈവൻ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് പോലും എടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ മെൻ്റലി സ്ട്രോങ് അല്ല. നമുക്കറിയാം റിസ്ക് ഉണ്ട്, പ്രശ്നമുണ്ട്, പക്ഷേ അത് നമുക്ക് അറിയുവാൻ സാധിക്കണം. കാൽക്കുലേറ്റ് ചെയ്ത റിസ്ക്കാണ്, അത് എടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നാം മെൻ്റലി സ്ട്രോങ് അല്ല എന്ന് എമി മോറിൻ പറയുകയാണ്. ഇനി 8ാമത്തെ കാര്യമാണ് മേക്ക് ദ സെയിം മിസ്റ്റേക്ക് ഓവർ ആൻഡ് അഗെയിൻ. ഒരു മിസ്റ്റേക്ക് ചെയ്തു, അതിൽ നിന്ന് നാം ചില തിക്താനുഭവങ്ങൾ ഉണ്ടായി, അതല്ലെങ്കിൽ അത് മിസ്റ്റേക്കാണ് തിരിച്ചറിഞ്ഞു, പിന്നീട് നാം മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മിസ്റ്റേക്കാണ് തിരിച്ചറിഞ്ഞുവെങ്കിൽ അത് ഒഴിവാക്കാനായിട്ടായിരിക്കും മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നത്. 9ാമത്തെ കാര്യം യു ആർ ബിറ്റ് വറീഡ് അബൌട്ട് അതേഴ്സ് സക്സസ്. പലപ്പോഴും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം നാം സ്ക്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളുടെ വിജയമെല്ലാം കേൾക്കുമ്പോൾ നാം പലപ്പോഴും പരിഭ്രമപ്പെടാറുണ്ടോ അല്ലെങ്കിൽ അസൂയാലുക്കളാകാറുണ്ടോ? തീർച്ചയായും മെൻ്റലി സ്ട്രോങ് ആയ ആളുകൾ ഒരിക്കലും തൻ്റെ സുഹൃത്തിൻ്റെയോ മറ്റുള്ളവരുടെയോ വിജയത്തിൽ അസ്വസ്ഥരാകാറില്ല. അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ സുഹൃത്തുക്കളുടെ, നമ്മുടെ സഹപാഠികളുടെയൊക്കെയും വിജയത്തിൽ അസൂയപ്പെടുന്നവരും അസ്വസ്ഥരാകുന്നവരുമാണെങ്കിൽ മെൻ്റലി സ്ട്രോങ് അല്ല എന്ന് ചിന്തിക്കുക. ഒരു കാര്യം ഈ സമയത്ത് ഒന്നുകൂടി ഓർപ്പിക്കട്ടെ, മെൻ്റലി സ്ട്രോങ് ആയാൽ മാത്രമേ ആരോഗ്യകരമായ ജീവിതവും വിജയവും നേടുവാൻ സാധിക്കൂ. അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആരോഗ്യകരമായ ലക്ഷണമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 10ാമത്തെ കാര്യം ഗിവ് അപ്പ് ആഫ്റ്റർ ദ ഫസ്റ്റ് ഫെയിലിയർ. പരാജയപ്പെട്ടുവെങ്കിൽ ആദ്യത്തെ പരാജയത്തിൽ തന്നെ നാം ഗിവ് അപ്പ് ചെയ്യുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നാം വീണുവെങ്കിൽ അതിൽ നാം ഗിവ് അപ്പ് ചെയ്യുന്നുവെങ്കിൽ മെൻ്റലി സ്ട്രോങ് അല്ല. മെൻ്റലി സ്ട്രോങ് ആയവർ ഗിവ് അപ്പ് ചെയ്താലും എഴുന്നേറ്റ് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകും. അതുകൊണ്ട് ആദ്യ പരാജയത്തിൽ നാം പിന്തിരിയുന്നവരാണെങ്കിൽ മെൻ്റലി സ്ട്രോങ് അല്ല. 11 ഫിയർ എ ലോങ് ടൈം. തന്നെ ഇരിക്കുമ്പോൾ അസ്വസ്ഥരാകുന്നുണ്ടോ? തന്നെ ഇരിക്കുവാനായിട്ട് കഴിയുന്നില്ലേ? തന്നെ ചിന്തിക്കുവാൻ, തന്നെ നടക്കുവാൻ നമുക്ക് കഴിയുന്നില്ലേ? എങ്കിൽ മാനസികമായി നാം ശക്തിയുള്ളവരല്ല. 12 ഫീൽ ദ വേൾഡ് ഓഫ്സ് എനിത്തിങ്. ഈ ലോകത്തിൽ എനിക്കൊന്നും ലഭ്യമായിട്ടില്ല, നത്തിങ്, എനിക്കൊന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാനുമില്ല. ഇങ്ങനെ ഒരു പാസീവായിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ള വ്യക്തിത്വമാണ് നാം. എനിക്കൊന്നും ലഭിച്ചിട്ടില്ല, എനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യുവാനുമില്ല. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായും ശക്തമായ തീരുമാനങ്ങളും മുന്നോട്ട് പോകുവാനുള്ള ആഗ്രഹവും ഉണ്ടാവും. 13ാമത്തെ കാര്യമായി എമി മോറിൻ പറയുകയാണ് എക്സ്പെക്ട് ഇമ്മീഡിയറ്റ് റിസൾട്ട്. ഒരു കാര്യം ആഗ്രഹിച്ചാൽ അപ്പോൾ തന്നെ ലഭിക്കണം. മെൻ്റലി സ്ട്രോങ് ആയവർ കാത്തിരിക്കുവാൻ തയ്യാറാണ്, പേഷ്യൻസ് ഉള്ളവരാണ്. അവർ അതിനെ ഓരോ പടിപടിയായി മുന്നോട്ട് കൊണ്ടുപോയി വിജയത്തിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ 13 കാര്യങ്ങൾ വളരെ ചെറുതായി തോന്നിയിട്ടുണ്ടെങ്കിലും നമ്മുടെ അവസ്ഥയെ ഈ ഓരോ 13 പോയിന്റിലും നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ, മെൻ്റലി സ്ട്രോങ് ആണോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും വിജയിക്കുവാൻ അവസരം നൽകുന്ന ഒന്നാണ്. ഈ വിഷയം ചിന്തിക്കുക. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരുവാൻ ഇതിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.